ഗൈസ്, ഇന്നലെ റിലീസായ ദുൽഖർ സൽമാൻ്റെ ചിത്രം കാന്ത കാണാൻ പോകുമെന്ന് ഞാൻ ഇന്നലെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായി. കണ്ടാൾ അഭിപ്രായം പറഞ്ഞെന്ന് പറഞ്ഞാൽ ആരും കമൻറ്റ് ഇട്ടിട്ടൊന്നുമില്ല, കുറച്ച് ആളുകൾ ഒരു വീഡിയോ കണ്ടിട്ടു. ഓക്കെ, അങ്ങനെ ഞാൻ കാന്ത കാണാൻ പോയി. ഞാൻ പോയത് ഷാർജയിലാണ്, ഷാർജ അൽഷാബ് സിനിമാസിലാണ് പോയത്. ഓക്കെ, എല്ലാവരും പറയുന്ന പോലെ തിയേറ്ററിൽ വലിയ ആളൊന്നും ഉണ്ടായിട്ടാ. ഓക്കെ, അങ്ങനെ പടം തുടങ്ങി, കുറച്ച് പേരെ ഉണ്ടായിട്ടു. ഓക്കെ, പടം തുടങ്ങി. പടം കണ്ട എനിക്ക് എന്താണ് പറയാൻ എന്നാണ് ഈ വീട്ടിൽ ഞാൻ പറയുന്നത്. അങ്ങനെ പടം തുടങ്ങി കേട്ടോ. പടം തുടങ്ങിയിട്ട് ദുൽഖർ സൽമാൻ്റെ ഇൻട്രോ സീനാണ്. ഇൻട്രോ സീനൊക്കെ നല്ല ഗംഭീരമുണ്ട്, നല്ല അടിപൊളി ലുക്കാണ് സൽമാൻ. അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, ദുൽഖർ ഒരു അടിപൊളി ലുക്കിലാണുള്ളത്. പക്ഷേ ഞാൻ ഈയിടെ കണ്ടതിൽ വെച്ചിട്ട് ഒരു ദുൽഖറിൻ്റെ ഇൻട്രോ സീനിൽ, ഒരു ഹീറോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനിൽ ഒരാളും ഒരു കൈയടിക്കാത്ത, ഒരു ഒച്ചപ്പാടില്ലാത്തൊരു കണ്ട ഒരു പടം ഞാൻ ഇതുതന്നെയായിരിക്കും. ഒന്നാമത് പടത്തിൻ്റെ റിവ്യൂസുകളും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എല്ലാവരും മനസ്സിൽ ഇത് കരുതി കൂട്ടിട്ട് തന്നെ പോകുന്നതാണ് കാണാൻ. കാരണം ഈ ഒരു പടം ഇങ്ങനെയാണ്, ഇതുപോലത്തെ ഒരു ജോണിൻ്റെ ഒരു പടമാണ്, ഇത് സൈലൻ്റ് പടമാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു ആവേശത്തിലാണ് ഉള്ളത്. പടത്തിലെ നായികയാട്ടെ അത് അഭിനയിച്ച എല്ലാവരും നല്ല അഭിനയം കൊണ്ട് ഏറ്റവും നല്ലൊരു എന്താ പറയുക, ഒരു റൊമാൻറ്റിഫിക്കേഷൻ കാഴ്ചവെച്ച ഒരു സിനിമ തന്നെ പറയാം. പടം ഞാൻ കണ്ട്, പടത്തിൻ്റെ കുറ്റം പറയാനൊന്നുമില്ല. സ്ക്രിപ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് ഇവിടെ ഒരു ബോറായിട്ട്, ഒരു മോശമായിട്ട് എവിടെയും തോന്നിയിട്ടാ. ആകെ തോന്നിയ ലാസ്റ്റ് ക്ലൈമാക്സ് സീനിൽ എന്തോ ഒരു കുറച്ച് ചെറിയൊരു ലാഗ് അടിക്കുന്ന പോലെ, പിന്നെ ഒരു ചെറിയൊരു കാര്യം, ഇത്ര ചെറിയൊരു കാര്യത്തിനാണോ നല്ലൊരു തോന്നി. അതല്ലാണ്ട് പടം കണ്ടിരിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളി പടമാണ്, നല്ലൊരു കഥയാണ്. അതായത് ഇപ്പോഴത്തെ ജനറേഷൻ ഇത് എങ്ങനെ എടുക്കുന്ന അറിയില്ല, ബട്ട് 90s കിഡ്സിനൊക്കെ ഈ പടം കണ്ടാൽ ആ ഒരു ഫീൽ കിട്ടും. കാരണം നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു കാലഘട്ടം എന്താണെന്ന് നമ്മൾ കുറച്ച് അറിഞ്ഞതാണ്. കഥയും കാര്യങ്ങളൊക്കെ നല്ല കഥയാണ്, നല്ല അഭിനയമാണ്, എല്ലാം ഓക്കെയാണ്. പടം ഒരു ആർപ്പ് വിളിച്ച് കാണാനുള്ളൊരു പടമല്ല, അത്രയല്ലോ. വൺ ടൈം മസ്റ്റ് വാച്ച് മൂവിയാണ്, തിയേറ്റർ വാച്ച് മൂവിയാണ്. നല്ല സൈലൻ്റ് ആയിട്ട് ഇരുന്നൊരു പടം ശ്രദ്ധിച്ച് കാണാൻ പറ്റും. കാരണം ഒച്ചപ്പാടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പടം കാണാൻ വരുന്നവരെല്ലാവരും ഇത് മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്, ഈ പടത്തിൻ്റെ എന്താണെന്നുള്ളത്. അഭിനയം ഒരു രക്ഷയില്ല, അഭിനയിച്ച എല്ലാവരും കേട്ടോ. പിന്നെ എടുത്ത് പറയേണ്ട BGM കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണാം.